ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി തീരുമാനം UDFന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ. വിമർശനവുമായി ദേശാഭിമാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് LDF. തീരുമാനം UDFന് വിട്ട മുഖ്യമന്ത്രിയുടെ നടപടി ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്ന് CPIM മുഖപത്രം ദേശാഭിമാനി. മദ്യലോബിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് ദേശാഭിമാനി എഡിറ്റോറിയലിൽ വിമർശനം. മുസ്ലിം ലീഗ് അഴിമതിക്ക് കുടപിടിക്കുന്നെന്നും ആരോപണം. വാട്ടർ ബോട്ടിലിൽ ചാരായം. കോഴിക്കോട് സ്കൂളിൽ വ്യാജമദ്യം കൊണ്ടുവന്ന 10ാം ക്ലാസ്സുകാരൻ പിടിയിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂളിൽ വ്യാജമദ്യം കൊണ്ടുവന്ന 10ാം ക്ലാസ്സുകാരൻ പിടിയിൽ. സ്കൂളിലെ ബാഗ് പരിശോധനയിൽ വാട്ടർ ബോട്ടിലിൽ നിന്നാണ് ചാരായം കണ്ടെത്തിയത്. സഹപാഠി നൽകിയതാണ് എന്നായിരുന്നു വിദ്യാർത്ഥി മൊഴി നൽകിയിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് രണ്ടാനച്ഛൻ വാറ്റിയ ചാരായമാണ് സ്കൂളിൽ എത്തിച്ചതെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയത്. വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്നും 28 ലിറ്റർ ചാരായം പോലീസ് പിടിച്ചെടുത്തു. രണ്ടാനച്ഛൻ ഒളിവിലെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി നേരിടുവാൻ KSEB സ്വീകരിക്കുന്ന നടപടികൾ ശരിയാകുന്നില്ല, കുറ്റപ്പെടുത്തി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ KSEBയെ കുറ്റപ്പെടുത്തി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പ്രതിസന്ധി നേരിടുവാൻ സ്വീകരിക്കുന്ന നടപടികൾ ശരിയാകുന്നില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാനുള്ള KSEBയുടെ അപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനം. അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. KSEBയോട് കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കുവാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. പത്തനംതിട്ടയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് അള്ളുങ്കലിൽ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊക്കാത്തോട് അള്ളുങ്കൽ താന്നിമൂട്ടിൽ മനോജനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. 41 വയസ്സായിരുന്നു. ഇന്നലെ മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. കോന്നി പോലീസ് സ്ഥലത്തെത്തി. വെനസ്വേലയിൽ വൻ ഭൂകമ്പം. 7.1 തീവ്രത രേഖപ്പെടുത്തി. നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു. വെനസ്വേലയിൽ വൻ ഭൂകമ്പം. 7.1 തീവ്രത രേഖപ്പെടുത്തി. തലസ്ഥാനമായ കരാക്കസിൽ കെട്ടിടങ്ങൾ തകർന്നു. യാരാക്കോ പ്രവിശ്യയിൽ 13.1 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 300 കിലോമീറ്റർ ചുറ്റളവിലുള്ള തീരങ്ങളിൽ അപകടകരമായ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് US സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പനിച്ചു വിറച്ച കേരളം. പാലക്കാട് വീണ്ടും H1N1 മരണം. പാലക്കാട് വീണ്ടും H1N1 മരണം. കരിമ്പുഴ എലുമ്പലാശ്ശേരി സ്വദേശി 77-കാരന്റെ മരണം H1N1 ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. പനിയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പകർച്ചവ്യാധി വ്യാപനത്തിന് ശേഷം H1N1 ബാധിച്ചുള്ള ജില്ലയിലെ 2ാമത്തെ മരണമാണ്. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ മാസം 4 പേർ മരിച്ചിരുന്നു. ഡബിളടിച്ച വിനീഷ്യസ്. കളത്തിലെത്തി നെയ്മർ. മിന്നും ജയത്തോടെ ബ്രസീൽ നോക്കൌട്ടിൽ. ഫിഫ ലോകകപ്പിൽ മിന്നും ജയത്തോടെ ബ്രസീൽ നോക്കൌട്ടിൽ. എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരായി. വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോൾ നേടി. ഒരു ഗോൾ മാത്യൂസ് കുഞ്ഞയുടെ വകയായിരുന്നു. പകരക്കാരനായ സൂപ്പർ താരം നെയ്മർ ജൂനിയർ കളത്തിലെത്തി. മത്സരത്തിന്റെ 7ാം മിനിറ്റിലായിരുന്നു ബ്രസീലിന്റെ ആദ്യ പ്രഹരം. ആദ്യ പകുതിയുടെ അധിക സമയത്തായിരുന്നു ലീഡ് ഉയർത്തി 2ാം ഗോൾ വിനീഷ്യസ് നേടിയത്. 60ാം മിനിറ്റിലായിരുന്നു കുഞ്ഞയുടെ ഗോൾ. 22ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ വീണ്ടും പന്ത് വലയിൽ എത്തിച്ചെങ്കിലും വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ നിഷേധിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.